അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഈ ചീര വെച്ചുള്ളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഈ ചീരനെ പറ്റി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഫസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ തളിരലയാണ് എടുക്കൽ. നല്ല മൂത്ത ഇലൊന്നും എടുക്കാതെ മേൽഭാഗത്തുള്ള ഇലകളൊക്കെ നുള്ളിയെടുക്കുക. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണ്. പുഴു അങ്ങനത്തെ ഒരു ശല്യം ഇല്ല ഈ ഇലയിൽ. ഒരു കച്ചറി ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ക്ലീനാക്കി എടുക്കുക. ഞാനങ്ങനെ എല്ലാം നുള്ളിയെടുത്തതാണിത്. എല്ലാം ഒതുക്കി വെച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ചീര വെച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ട്. കറി ഉണ്ടാക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലോണം ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് തേങ്ങ വെച്ച് ചമ്മന്തി അരച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒതുക്കിയിട്ടിട്ട് കടുക് വറുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ തേങ്ങ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിരിക്കുന്ന വീഡിയോ എൻ്റെ ഒക്കെ കട്ടായി പോയിട്ടുണ്ട്. പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിന് ശേഷം നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ചീര അതിലിട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. കുറച്ച് വേവുള്ളൊരു ചീരയാണ്. പെട്ടെന്നൊന്നും വേവണില്ല. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വേവിച്ചാൽ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് ചമ്മന്തി ചേർത്ത് കൊടുക്കുകയാണ്. ചീര നല്ലോണം വെന്ത് സെറ്റായതിൻ്റെ ശേഷം കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും വെച്ച് ചമ്മന്തി ഒതുക്കിയെടുത്തതാണ്. അതിന് ശേഷം ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീര വേവിക്കണേൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ. വീഡിയോ കണ്ട് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരണേ. ഈ ചീര വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി വെക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ചോറിന് കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു. ഇഞ്ചിപ്പുളി, നത്തോലി പൊരിച്ചത്, ചക്കരമാങ്ങ, ചീരപ്പേരി, ബീഫ് വരട്ടിയത് എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ഒരു ഐറ്റമാണ് ചീര. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അസ്സലാമു അലൈക്കും.